അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുനവ്വറ ഉംറ മദീന സിയാറ, പാലക്കാട് മാത്തൂര്. ഞാൻ പാലക്കാട് സ്വദേശിയാണ്. നമ്മുടെ വേറൊരു അമീറുണ്ട്, അതും പാലക്കാട് സ്വദേശിയാണ്. ഞങ്ങളുടെ നമ്പർ, എൻ്റെ നമ്പർ 055-2282-315 05522822315. ഇത് സൗദി നമ്പറാണ്. നാട്ടിലത്തെ അമീറിൻ്റെ നമ്പർ 9809823518 9809823518. അപ്പോൾ ഇതിൽ നമ്മുടെ ഒരു സഹോദരൻ കമൻറ്റ് ഇട്ടിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ലാസ്റ്റ് വരുന്ന ജിദ്ദ പാക്കേജ്, ആ പാക്കേജിൻ്റെ റേറ്റ് കൂടുതലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, റേറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങളും കൂടുതലാണ്, സേവനങ്ങളും കൂടുതലാണ്. നമ്മുടെ ഷെഡ്യൂൾ എന്നുള്ളത് എല്ലാ ആഴ്ചകളിലും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ 15 ആൾ, 12 ആൾ, 13 ആൾ ഇങ്ങനെ വിസ ടിക്കറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും നല്ല മികച്ച സേവനത്തോടു കൂടി റാഹത്തായിട്ട് എല്ലാ ചരിത്ര കേന്ദ്രങ്ങളും ഒക്കെ സന്ദർശിച്ചിട്ട് തിരിച്ചു പോകലുണ്ട്. നമ്മളിങ്ങനെ നാട്ടിൽ ഈ 40 ആൾ തികയാൻ വേണ്ടി എന്താവില്ല, കാത്തുനിൽക്കില്ല. അപ്പോൾ ജിദ്ദ പാക്കേജ് സാധാരണ നാട്ടിൽ നിന്ന് വരുന്ന ഗ്രൂപ്പുകളെക്കാളും വ്യത്യാസമായിട്ട് 17 ദിവസത്തെ പാക്കേജ്. ഉദാഹരണത്തിന് 1-ാം തീയതി നാട്ടിൽ നിന്ന് പോന്നാൽ 17-ാം തീയതിയാണ് ഇവിടെ നിന്ന് ജിദ്ദയിൽ നിന്ന് തിരിച്ചു റിട്ടേൺ പോവുക. അങ്ങനെ 17 ദിവസത്തെ ഷെഡ്യൂളിൽ 2 വെള്ളിയാഴ്ച മസ്ജിദുൽ ഹറമിൽ ജുമ നിസ്കരിക്കാൻ കഴിയും, ഒരു ജുമ മദീനത്തും. ഇപ്പോൾ 17 ദിവസത്തെ ഷെഡ്യൂളിൽ എന്താവും, നിങ്ങൾക്ക് വ്യാഴാഴ്ച, ബുധനാഴ്ച രാത്രി, വ്യാഴാഴ്ച പുലർച്ചെയുള്ള ഫെയറുകളാണ് വരിക. അതായത് വ്യാഴാഴ്ച രാവിലെ ഇവിടെ ഇറങ്ങും 10:50, 11:50, 12:50. ജിദ്ദ പാക്കേജ് ആണെങ്കിൽ വ്യാഴാഴ്ച രാത്രിയാണ് ഇവിടെ ഇറങ്ങുക. ദമാമ് പാക്കേജ് ആണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച രാവിലെ 9:50, 10:50, ഏകദേശം ളുഹറിൻ്റെ സമയത്ത് ഇറങ്ങുന്ന ഫെയറുകളായിരിക്കും. നമ്മുടെ ഷെഡ്യൂൾ എന്നുള്ളത് 17 ദിവസത്തെ പാക്കേജാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് യാത്ര ചെയ്യാൻ കഴിയും. അതായത് ഇവിടെ ഏകദേശം ഉച്ചക്ക് ഇവിടെ ഇറങ്ങും. ജിദ്ദ പാക്കേജ് ആണെങ്കിൽ രാത്രി ഇവിടെ ഇറങ്ങും. അപ്പോൾ ഈ മാസം ഓഗസ്റ്റ് 27-ാം തീയതി വ്യാഴാഴ്ച വരുന്ന പാക്കേജ്, ജിദ്ദ പാക്കേജിൻ്റെ ഇതിനാണ് സുഹൃത്ത് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. ജിദ്ദ പാക്കേജ് മറ്റുള്ള ട്രാവൽസുകളിലും ഗ്രൂപ്പിലൊക്കെ അന്വേഷിച്ചോളി. 14 ദിവസത്തെ പാക്കേജിന്, നമ്മുടെ 17 ദിവസത്തെ പാക്കേജ്, അതിന് 94 രൂപയാണ് ഫീസ്. അത് ഫിക്സഡ് റേറ്റാണ്, കുറവോ അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കമ്മീഷൻ ബേസിൽ ആരും ബന്ധപ്പെടാനും പാടില്ല. ഉംറക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നവരുടെ കുടുംബം, അത്തരം ആളുകൾ മാത്രമേ നമ്മളെ സമീപിക്കേണ്ടതുള്ളൂ. കാരണം നമ്മുടെ ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇല്ല. നമ്മൾ പിന്നെ എവിടെയെങ്കിലും കുറച്ച് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് നമ്മളെ സേവനങ്ങളെന്തോ കറക്റ്റായിട്ട് ലഭിക്കും കഴിയും. മക്കത്തും മദീനത്തും തായിഫ് ഉൾപ്പെടെ A to Z ഇൻക്ലൂഡ് ഉള്ള ഒരു പാക്കേജാണ് നമ്മുടെ മുനവ്വറ ഉംറ സർവീസ് പിന്നെ ഒരുക്കുന്നത്. അതിൽ ആ റേറ്റ്, അതിൻ്റെ ഡീറ്റെയിൽ, A to Z കാര്യങ്ങൾ പറഞ്ഞ് റേറ്റും പറഞ്ഞിട്ടാണ് എന്താവുള്ളൂ ബുക്കിംഗ് എടുക്കുള്ളൂ. ബുക്കിംഗ് എടുത്താൽ ഉടനെ പാസ്പോർട്ടും പൈസയും വാങ്ങി വെക്കുന്ന പരിപാടിയില്ല. ബുക്ക് ചെയ്താൽ നമ്മൾ ടിക്കറ്റ് ചെയ്യുന്ന സമയത്ത് റേറ്റിൻ്റെ 1% പേയ്മെൻറ്റ് വാങ്ങുക. ആ പേയ്മെൻറ്റിലൊന്നും നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ 2 ടിക്കറ്റിൻ്റെ PDF അയച്ചു തരും, നിങ്ങൾക്കത് പരിശോധിക്കാം. 2ാമത്തെ പേയ്മെൻറ്റിൽ താമസയോഗ്യമായിട്ടുള്ള നുസൂക്ക് ബിൽഡിങ്, അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ പിന്നെ റെസീറ്റ് മേടിച്ച് ആ റെസീറ്റ് അതിൻ്റെ രേഖ വെച്ചിട്ടാണ് വിസ എന്ത് ചെയ്യുക, ഉംറ വിസ സ്റ്റാമ്പ് ചെയ്യുക. അപ്പോൾ 2ാമത്തെ പേയ്മെൻറ്റിൽ എന്താവും, ആ കാര്യങ്ങളൊക്കെ തർത്തീപ്പാവും. 3ാമത്തെ പേയ്മെൻറ്റിൽ വിസൻ്റെ PDF കിട്ടും. നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, ഈ ഹോട്ടൽ അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിട്ടുതരും. ഇങ്ങനെ ഹോട്ടൽ മക്കത്തുണ്ടോ ഒക്കെ എന്ത് ചെയ്യുക, നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് പരിശോധിച്ച് ഉറപ്പ് വരുക. അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് ക്ലിയറായിട്ട് ചെയ്യുന്ന ഒരു പാക്കേജാണ് നമ്മുടെ മുനവ്വറ ഉംറ സർവീസ് എന്നുള്ളത്. എന്നിട്ടും നമ്മൾ മാക്സിമം കുറച്ചിട്ടാണ് ഫീസ് ഇടുന്നത്. അതുകൊണ്ടാണ് ഫീസിൻ്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവില്ല, കമ്മീഷൻ ബേസിൽ ആരും ബന്ധപ്പെടേണ്ടതില്ല എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ജിദ്ദ പാക്കേജാണ് 94. നമ്മൾ ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റ് ഇത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 25-ന് ശേഷം വരുന്ന വ്യാഴാഴ്ച, അതേപോലെ ഒക്ടോബർ 25-ന് ശേഷം വരുന്ന വ്യാഴാഴ്ച ദമാമ് പാക്കേജ് ചെയ്യുന്നുണ്ട്. ഇതേ ഷെഡ്യൂളാണ്, 17 ദിവസത്തെ പാക്കേജ്. 2 വെള്ളിയാഴ്ച മക്കയിലും 1 വെള്ളിയാഴ്ച മദീനത്തും. A to Z ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജ് 79 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ മുനവ്വറവുമായിട്ട് എന്ത് ചെയ്യുക, ബന്ധപ്പെടുക. നാട്ടിലത്തെ നമ്പറുണ്ട്, ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ എൻ്റെ സൗദി നമ്പറുണ്ട്. അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് A to Z കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യേണ്ടതുള്ളൂ. ബുക്ക് ചെയ്താലും
നിങ്ങൾ പേയ്മെൻറ്റ് 3 തവണയായിട്ടാണ് പിന്നെ തരേണ്ടതുള്ളൂ. ഓരോരോ പേയ്മെൻറ്റും അതിൻ്റേതായിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എന്താവും അപ്ഡേഷൻ വിട്ടുവരും ഇൻഷാ അല്ലാഹ്.